നമ്മുടെ സൗരയൂഥത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹമാണ് ശനി. ശനിയെ ഇത്ര പ്രത്യേകതകളുള്ള ഗ്രഹമാക്കി മാറ്റുന്നത് അതിൻ്റെ വളയങ്ങൾ തന്നെയാണ്. പ്രധാനമായും പാറകളും ഐസും പൊടിപടലങ്ങളുമാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള വളയങ്ങൾ നമ്മുടെ ഭൂമിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരിക? നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഭൂമിക്ക് വളയങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അത് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്ക് വളയങ്ങളുണ്ടായിരുന്നുവെന്ന് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നു. നമ്മുടെ ചൊവ്വയുടെ അതേ വലിപ്പമുള്ള തിയ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്ലാനറ്റ് ഭൂമിയിലേക്ക് വന്ന് ഇടിച്ചതിൻ്റെ ഫലമായി അവിടെ ഒരുപാട് അവശിഷ്ടങ്ങളുണ്ടായി. ഇത് ഭൂമിയുടെ ചുറ്റും വലയം വയ്ക്കുകയും ഒരു റിങ്ങായി രൂപപ്പെടുകയും ചെയ്തു. ഈ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്നാണ് നാം ഇന്ന് കാണുന്ന ചന്ദ്രൻ രൂപപ്പെട്ടതെന്നാണ് ഈ സിദ്ധാന്തപ്രകാരം വിശ്വസിക്കുന്നത്. ഇതിനെ ജയൻറ്റ് ഇമ്പാക്റ്റർ തിയറി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഭൂമിക്ക് ഈ വളയങ്ങൾ ഇന്നും ഉണ്ടായിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ വളയങ്ങൾ രൂപപ്പെട്ടാലോ? അങ്ങനെ വളയങ്ങൾ ഉണ്ടായാൽ തന്നെ അത് എപ്പോഴും ഭൂമിയുടെ റോഷി ലിമിറ്റിനകത്തായിരിക്കും. ഒരു ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൽ നിൽക്കുന്ന ഉപഗ്രഹത്തിനോ മറ്റൊരു വസ്തുവിനോ അതിൻ്റേതായിട്ടുള്ള ബലത്തിൽ നിൽക്കാൻ സാധിക്കുന്ന ദൂരത്തെയാണ് റോഷി ലിമിറ്റ് എന്ന് പറയുന്നത്. ഗ്രഹത്തിൻ്റെ ഈ റോഷി ലിമിറ്റ് കടക്കുകയാണെങ്കിൽ ഏതൊരു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹവും തകർന്ന് ഗ്രഹത്തിലേക്ക് തന്നെ വീഴുന്നു. ഇപ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ റോഷി ലിമിറ്റ് കടക്കുകയാണെങ്കിൽ അത് നശിച്ച് ഭൂമിയിലേക്ക് വീഴുന്നു. ചിലത് വളയങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ വളയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ ഈ റോഷി ലിമിറ്റിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ആകാശത്തിലുണ്ടാകുന്ന ഈ വിസ്മയകരമായ വളയങ്ങളെ നമ്മൾ എങ്ങനെയായിരിക്കും കാണുന്നത്? ഇത് ഭൂമിയുടെ പല ദിശ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളിപ്പോൾ ഇക്വേറ്ററിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു വര പോലെ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. എന്നാൽ ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള മിതോഷ്ണ മേഖലാ പ്രദേശത്ത് നിൽക്കുകയാണെങ്കിൽ ആകാശത്തിൻ്റെ പകുതി മുഴുവൻ ഒരു ആർക്ക് ഷേപ്പിൽ വ്യാപിച്ച് കിടക്കുന്നത് പോലെ തോന്നും. എന്നാൽ ആർട്ടിക് സർക്കിളിൻ്റെ ആ ഭാഗത്ത് നിന്നാൽ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. സൗരയൂഥത്തിലെ ആസ്ട്രോയിഡ് ബെൽറ്റുകളിലും ശനി പോലുള്ള ഗ്രഹങ്ങളുടെ വളയങ്ങളിലും പൊതുവെ മഞ്ഞ് നിറഞ്ഞ പാറകളാണുള്ളത്. എന്നാൽ ഭൂമി സൂര്യനടുത്തായതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിങ്ങിൽ മഞ്ഞ് നിറഞ്ഞ പാറകൾ കുറവായിരിക്കും. പകരം ഇരുണ്ട പാറകൾ നിറഞ്ഞ മേഖലകളായിരിക്കും ഇത്. ഇവിടം ഇരുണ്ട പാറകൾ നിറഞ്ഞ മേഖലകളാണെങ്കിലും ചന്ദ്രനെ അപേക്ഷിച്ച് ഒരുപാട് മടങ്ങ് തിളക്കമുള്ളതായിരിക്കും. ചന്ദ്രൻ പോലും സൂര്യപ്രകാശത്തിൻ്റെ 12% മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും ഭൂമിയിൽ നിന്ന് 4 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് സ്ഥിതി ചെയ്യുന്ന ചന്ദ്രൻ പൗർണമി നാളുകളിൽ വളരെ തിളക്കമുള്ളതായാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ റോഷി ലിമിറ്റ് കടന്നു നിൽക്കുന്ന ഈ വളയങ്ങൾ എത്രത്തോളം തിളക്കമുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. രാത്രി സമയത്ത് പോലും സന്ധ്യാനേരത്തിൻ്റെ ആ ഒരു പ്രകാശം ഭൂമിയിലുണ്ടായിരിക്കും. പകൽ സമയത്ത് പോലും ഇതിനെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പണ്ട് മുതൽക്ക് ഭൂമിക്ക് ഈ റിങ് ഉണ്ടായിരുന്നുവെങ്കിൽ രാത്രിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുമായിരുന്നു. ഇത്രയൊക്കെ മനോഹരമാണെങ്കിലും ഈ റിങ് ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കും. കാലങ്ങളായി ഈ റിങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള ജീവികൾ അതിനനുസരിച്ച് പരിണമിച്ചേനെ. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഈ റിങ് ഇപ്പോൾ ഉണ്ടായാൽ അത് ഭൂമിയിലെ കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. ഭൂമിയുടെ പല പ്രദേശങ്ങളിലും ഇതൊരു ഷീൽഡായി തന്നെ പ്രവർത്തിക്കും. ഇത് കാരണം ഭൂമിയുടെ ഒരു ഭാഗത്ത് തന്നെ സൂര്യപ്രകാശം ലഭിക്കുന്നതിൻ്റെ അളവ് കുറയുകയും അവിടെ തണുത്ത കാലാവസ്ഥയെ മാറുകയും ചെയ്യുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിൽ ഈ വളയങ്ങൾ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുകയും അതുവഴി ചൂട് കൂടാനും കാരണമാകും. പ്രധാനമായും ധ്രുവപ്രദേശങ്ങളിലായിരിക്കും കൂടുതൽ ചൂട് കൂടാൻ സാധ്യത. ഇത് അവിടുത്തെ മഞ്ഞുരുകാൻ കാരണമാവുകയും അതുവഴി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഈ റിങ്ങുകൾ സൂര്യപ്രകാശത്തെ ഔട്ടർ സ്പേസിലേക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത് കാരണം ഭൂമിയിലെ ഋതുക്കൾക്ക് മാറ്റങ്ങളുണ്ടാകുന്നു. ഒരുപാട് വനസമ്പത്ത് നശിക്കുന്നതിനും കാലാവസ്ഥയും കാടിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ചത്തൊടുങ്ങുന്നതിനും കാരണമാകുന്നു. കൂടാതെ ഈ വളയത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന വലിയ ഉൽക്കകൾ കാരണം നമ്മുടെ ഭൂമിയുടെ പല ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാകും. ഇത് കാര്യമായി ബാധിക്കാൻ പോകുന്നത് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റത്തെയും സാറ്റലൈറ്റ് സംവിധാനത്തെയുമാണ്. ഈ വളയങ്ങൾ നിലനിൽക്കുന്നത് റോഷി ലിമിറ്റിനകത്ത് 10,000 കിലോമീറ്ററിന് മുകളിലായിരിക്കും. അതിനാൽ 35,000 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റിനും 2000 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന
ലോ എർത്ത് ഓർബിറ്റൽ സാറ്റലൈറ്റിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷേ പ്രശ്നമുണ്ടാകുന്നത് പലപ്പോഴും ഈ സാറ്റലൈറ്റുകൾ ഈ വളയങ്ങൾക്കടുത്തുകൂടെ പാസ് ചെയ്യുമ്പോഴാണ്. ഇതിൽ പാറകളും പൊടിപടലങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിൽ തട്ടി ഈ സാറ്റലൈറ്റുകൾ തകരാൻ കാരണമാകുന്നു. കൂടാതെ ഭാവിയിലെ സ്പേസ് മിഷനെയും ഇത് കാര്യമായി ബാധിക്കും. റോക്കറ്റ് ലോഞ്ചിങ് എന്നത് ഒരുപാട് പ്രയാസകരമായി മാറും. കാരണം റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് ഒരു ട്രജക്ടറി പാത്തിലാണ്. ഇത് കാരണം റോക്കറ്റ് പലപ്പോഴും ഈ റിങ്ങുകളെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇത് ആ റോക്കറ്റ് തന്നെ തകർന്നു പോകാൻ ഇടയാക്കുന്നു. നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഭൂമിക്കൊരു റിങ് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം അത് നശിച്ചു പോകാനാണ് സാധ്യത. ഇനിയെങ്ങാനും ചന്ദ്രൻ നശിച്ചു പോയാലോ? വളയങ്ങൾ പണ്ട് മുതൽക്കേ ഭൂമിക്കുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ച് ഭൂമിയിലെ ജീവികൾ പരിണമിച്ചേനെ. അത് നമ്മുടെ ആചാരങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും തന്നെ മാറ്റം വരുത്തിയേനെ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യനടക്കമുള്ള ജീവിവർഗത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകും.